യമണ്ടൻ കട്ടൗട്ട്, കളർഫുൾ സോങ്, എല്ലാം വെറുതെ ആയി. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ സീരിയസ് ഡിസ്കഷനോടെ മനുഷ്യവിടെ ഭ്രാന്ത് പിടിച്ചാ അവൻ്റെ ഒരു ക്രിക്കറ്റ് കളി. പോലീസ് കേസായ കാര്യം നൗഷാദ് ചെന്നൈയിൽ വിളിച്ച് പറഞ്ഞു കൊടുത്തു. അതോടെ ഫോട്ടോഷൂട്ടും ഗോവിന്ദ. സ്റ്റേഷനിൽ കയറിയതും പറഞ്ഞു കൊടുത്തു അണ്ണാ. അണ്ണൻ പനീർ സാറിനെ വിളി. എടാ പനീർ സാറൊന്നും നമ്മൾ വിളിച്ച ഫോൺ എടുക്കത്തില്ലടാ. ആരുടെ ഈ പനീർ സാറ്? കുറെ നാളായാലും ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. അയാളെന്ന് വിളിക്കാൻ ചെയ്യല് മര്യാദ കൊടുക്കണം. വിജയന്റെ സെക്രട്ടറിയാ പനീർ സാർ. ആരുടെ? വിജയന്റെ സെക്രട്ടറിയാ? കഷ്ടം. മാളു ചൂടപ്പുണ്ടേ. ഇയാൾക്ക് വിജയണ്ണനോട് കുറച്ച് പുച്ഛം കൂടുന്നു. ശരിയാ, നമുക്ക് ഇയാൾ കട്ട് ചെയ്താലോ? ഓവറായാ നമുക്കങ്ങ് കട്ട് ചെയ്യാം. ഇന്നലെ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. അതെ, ഇന്നലെ രാത്രി അങ്ങ് ഉറങ്ങിപ്പോയി. പകൽ 12 വരെ കാര്യതടസ്സം, അലച്ചിൽ, ചെലവ് ഇവ കാണുന്നു. 12 മണി കഴിഞ്ഞാൽ കാര്യവിജയം, സന്തോഷം, ഇഷ്ടഭക്ഷണ സമൃദ്ധി. 12 കഴിഞ്ഞു. നീ എൻ്റെ ഒന്ന് വായിച്ചേ. നിന്റെ മേടക്കൂറല്ലേ? ആ അതെ. മേടക്കൂറുകാർക്ക് മാനഹാനി, ധനനഷ്ടം, ക്ലേശകരമായ ആരോഗ്യം. കറക്റ്റ് ആണല്ലോ. ഒന്നുകൂടെ ഉണ്ട്, ബന്ധുമിത്രാദികളിൽ നിന്നും മർദ്ദനം. ഏയ് അത് കറക്റ്റ് അല്ല. മദനകാമേശ്വരൻ നമ്പൂതിരിയല്ലേ, തെറ്റാമൊഴിയൊന്നുമില്ല. ഹലോ എടാ, ഞാൻ ഒരു ഡിസ്കഷനില്ല. പിന്നെ ബിജു, ഇതാ പോലീസ് സ്റ്റേഷൻ ഇരുന്നില്ലടാ. ആ എടാ, ഈ വലതുവശത്തേക്ക് തുമ്പിക്കയുള്ള ഗണപതിയെ മോഷ്ടിച്ച ഐശ്വര്യ വെച്ചടി വെച്ചടി കയറ്റം. ആര് പറഞ്ഞു? നീങ്ങ വന്നേ. നീ ഇനിയിപ്പോ ആരോട് പറയാൻ നിൽക്കണ്ട. ഇനിയിപ്പോ ഇതിന്റെ ഇടി ഇനി വേറെ വരുമല്ലോ. എടാ, ഒരു ഗണപതിയല്ലേ, കുഴപ്പമില്ല. ഇവന്റെ ഒരു കാര്യം സിംഗം സുനി വരുന്നു. എന്തോടാ ഗണപതിയൊക്കെ ആയിട്ട്? എസ് എന്ന ഗിഫ്റ്റാടാ. സൈമ പോക്ക് റിലീസ് പാളിന്ന് കേട്ടല്ലോ. ഓ, അലമ്പൊന്നും ആയില്ല. നിന്നെ കണ്ടില്ലല്ലോ, നീ എവിടെയായിരുന്നു? കുറച്ച് ബിസിലടാ. സിംഗന്ത്രി നാളെ മാമന്റെ മോളുടെ മാമോദിസയാണ്. നീ എല്ലാം വരില്ലേ? ഞാൻ സൂര്യാണെന്ന് വിളിച്ചിട്ടുണ്ട്. അണ്ണ ഷൂട്ടിലാടാ, ഇല്ലേ വന്നേനെ? പിന്നെ ഇവന്റെ മാമന്റെ മാമോസിക്ക് വരില്ലേ സൂര്യന്റെ പണി. ഒന്ന് പോടാളിയ രാവിലെ തള്ളാ. ഇങ്ങനെ ഞങ്ങളുടെ ചങ്കാണ്. ഇത് കണ്ട ഫോട്ടോഷോപ്പ് വർക്കൊന്നും അല്ല, ഒറിജിനൽ ഫോട്ടോഷൂട്ട് കിട്ടിയതാ. ഞങ്ങക്ക് ഇത്ര ഫോട്ടോഷൂട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാവാ. അത് വിട്. എന്തായാലും ഭയങ്കര മാമോദിസിക്കുക. എടാ അടിച്ചിട്ട് വരിക. മുന്നേ 2 കിട്ടുവോ? എടാ സൈമ, നമുക്ക് സൂര്യപാനായല്ലോ. എടാ ബിജു, തന്തയില്ലാത്തരം പറയരുത്. സോറി സൈമ. 1 കിലോ പഞ്ചസാര എടുക്കാൻ ഇത്രയും നേരോ? ഒന്ന് വേഗം താ. എടാ ബിജുവേ, എടാ ബിജുവേ. യെസ് ഡാഡ്. എടാ ഇങ്ങോട്ടൊന്ന് വാടാ. ഡാഡി വിളിക്കുന്നത്, ഞാൻ പോയിട്ട് വരാം. മച്ചാൻ പേര് മധുരേ, നീ നിന്ന് പാറ് എതിരേ. എന്താ ഡാഡി? നീ എന്തിനാടാ ഇങ്ങനെ സമയം കളയുന്നേ? എന്നെ ഒന്ന് സഹായിക്ക്. എനിക്ക് ഒറ്റയ്ക്ക് വയ്യ. വയസ്സായടാ. താഴ്ത്തപ്പെട്ടവർക്ക് തന്തപ്പെരിയാർ പോരാടിയത് 94-ാം വയസ്സിൽ. തൊഴിലാളിക്ക് ഓടി ഓടി സേവ ചെയ്തപ്പോൾ മദർ തെരേസയ്ക്ക് വയസ്സ് 87. മൊത്ത വെള്ളക്കാർക്കളെ കപ്പലേറ്റി അனுப்புമ്പോൾ ഗാന്ധിക്ക് വയസ്സ്. എടാ, ഗാന്ധിക്ക് വയസ്സ് എത്രയാ? 77. യെസ്, 74. റിട്ടയർമെന്റ് എന്നത് ഡേറ്റ് ഓഫ് ബർത്തിലല്ല, ഇങ്ങ ഇരിക്കെ ഇങ്ങ. മദനകാമേശ്വരൻ കറക്റ്റാ. അയാള് പറയുന്നതെല്ലാം ഫലിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അയാൾ പറഞ്ഞൊക്കെ ശരിയാവുന്നു. അപ്പൊ നീ പറഞ്ഞ കാര്യങ്ങളും ശരിയാവണുണ്ടല്ലോടാ. അതും ശരിയാണല്ലോടാ. തന്തയെ കൊണ്ട് എങ്ങോട്ടെങ്കിലും കളഞ്ഞേ പറ്റൂ. പറടി. വാങ്ങിച്ച് മണ്ണെണ്ണയും പച്ചക്കറി എല്ലാം വാങ്ങിച്ചു. പച്ചക്കറി ഉണങ്ങി. വരും വരും വരും. മോളെ കൊടുക്കണ്ട നീ. വരും. എടി, ഞാൻ ഇപ്പൊ ഒരു മീറ്റിങ്ങിലാണ്. വരും. ഉമ്മ മീറ്റിംഗില്ലേ? എന്ത് മീറ്റിംഗ്? ഇതൊക്കെ മീറ്റിംഗ് ഇല്ലേ പിന്നെ? பெண்ணே எந்தன் கண்ணை பார், உள்ளே லட்சம் வெண்ணிலா, உந்தன் கண்கள் என்னை கண்டதும் லட்சங்கள் கோடியாய் மாறுதம்மா, அடி போனது போக. എവന്റെ ഈ പാട്ടും കുത്തും മേലെ ഈ വീട്ടിൽ വെച്ചു പോരുന്നു. ഒരുത്തനോ നശിച്ചു. ഇനി നീയും തുടങ്ങിക്കോ. ഞാൻ അവിടെ മീൻ കഴി വെച്ചിട്ടുണ്ട്. നീ പോയി കറി വെച്ചേ. എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ട്. അമ്മ, എനിക്കൊരു അസൈൻമെന്റ് ചെയ്യാനുണ്ട്. ഇത്രയും നേരം നീ ഇവിടെ നിന്ന് TV കാണുകയല്ലായിരുന്നോ? കറി വെക്കാൻ പറഞ്ഞപ്പോ അവളുടെ ഒരു അസൈൻമെന്റ്. സത്യമായിട്ട് എഴുതാനുണ്ട് അമ്മ. ഡീ എഴിച്ചു പോടി, പോയി കറി വെക്കടി. അമ്മ അമ്മ ഉണ്ണീശോയെ, മാതാവേ, ഔസേപ്പിതാവേ, രക്ഷിക്കണേ.
പുൽക്കൂട്ടിലിടയൻ കാവൽ മുനകമാർ. ജയ് ജവാൻ ജയ് കിസാൻ. അമ്മേ പാൽ. ഓക്കെ, അമ്മേ പാൽ. നിക്കടാ അവിടെ. എവിടായിരുന്നടാ നീ ഈ 3 ദിവസം? പോക്കിരി റിലീസ്. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ 27 വയസ്സ് തികഞ്ഞു നിനക്ക് അറിയോ? നിന്റെ കൂടെ പഠിച്ച ജോർജും ബിബിനും ഒക്കെ ഗവൺമെന്റ് ജോലിക്കാരാ. നീ ഇങ്ങനെ കാള കളിച്ച് നടന്നോ? ഞാനും PSC ചെയ്യുന്നുണ്ടല്ലോ. എഴുത്ത് മാത്രമല്ലേ ഉള്ളൂ, അവരൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളുമായി. ജോർജിനും കുട്ടിയായമ്മ. ആ കുട്ടിയായി. എന്തു കുട്ടി? സൈമ, നീ വിഷയം മാറ്റാൻ നോക്കല്ലേ. നീ ഒന്നുകൂടെ അമ്മാന്ന് വിളിച്ചേ. ഇങ്ങോട്ട് മൂത്തൊക്കെ വിളിയടാ. അമ്മ ഇക്കടാ അവിടെ. നെഞ്ചിനോട്ട് കുത്താതമ്മ. നിന്റെ നെഞ്ച്. അമ്മ കറി വറുത്തരച്ചാ മതിയോ? പോയി പുളിയും മുളകും വേടി. ആ കൊളാക്കി തരാം. കഴിച്ചിട്ട് വന്ന് നന്നായി. ഊതറ ഊത്. നിന്നോടാ പറഞ്ഞ ഊതാൻ. ഊത്. ഇതിലോട്ട് ഊതടാ. ഇറങ്ങണ ഇറങ്ങണ ഇറങ്ങ. ഞാൻ പോവേ. ആ നീ പൊയ്ക്കോ. 30 വെള്ളിക്കാശിന് വേണ്ടി യേശുവിന് ഒറ്റ കൊടുത്ത നീചനായ യൂദാസാണ് ഞാൻ. എവിടെ എന്റെ കിരീടം? എവിടെ എന്റെ കിരീടം? എവിടെ എന്റെ ചെങ്കോൾ? എവിടെ എന്റെ ചെങ്കോൾ? ആരെവിടെ? ആരെവിടെ? ഉടൻ തന്നെ 101 ആനകളെയും 101 ആനകളെയും 101 കുതിരകളെയും 101 കുതിരകളെയും അണിനിരക്കുവിൻ. അണിനിരക്കുവിൻ. എങ്ങനെയാണ് ഇത്തരത്തെ കലാപ്രതിഭ? മോളെ തെറി. തരി ബേബി. മോളെ വേട്ടക്കാരൻ. അത് உங்களுக்கெல்லாம் போலீஸ்காரன் பத்தாதடா. வேற 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 வேட்டக்காரன் தானா வேணும். നെക്സ്റ്റ് പോക്കിരി. ஒரு வாட்டி முடிவு பண்ணிட்டானா என் பேச்சு நானே கேட்க மாட்டேன். പൊളിച്ച്. നീ പ്രതിഭയല്ല, കലാപ്രതിഭ. അപ്പന്റെ വില കാട്ടിൽ. താങ്ക്സ് അപ്പാ. കൊള്ളാലൂടെ ഗണേശ, കൊച്ചിന്റെ സ്റ്റാർ സിംഗിലോട്ട് ഫ്ലാറ്റ് കിട്ടുമല്ലോ. എന്റെ പൊന്നു മൂസാക്ക, നമുക്ക് ഫ്ലാറ്റിൽ കിടന്ന് ഉറക്കൊന്നും വരത്തില്ല, നിങ്ങൾക്ക് അറിയാലോ. അതിന് നീ ഏത് ഫ്ലാറ്റിലാടാ കിടന്നുറങ്ങിയ? അങ്ങനെയൊന്നുമില്ല, ഫ്ലാറ്റിൽ കിടന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല. അല്ലേലും ഇങ്ങനെ മണ്ടന സ്റ്റാർ സിംഗർ പാട്ടുകാർക്കുള്ള, അല്ലാതെ അഭിനയിക്കുന്നവർക്കല്ല. അതൊക്കെ വേറെ പരടി. ഒന്ന് പോവാ. പോടാ, എന്തായാലും എന്തെങ്കിലുമൊക്കെ കിട്ടും. എനിക്ക് വിജയന്റെ കൂടെ അഭിനയിക്കണം, വേലായത്തിലെ ശബ്ദിച്ചേ പോലെ. എന്റെ മോൾക്ക് അത്ര എന്തിനാ ഈ കൊച്ചിനെ പറഞ്ഞു പറ്റിക്കുന്നത്? മോളെ, ഇവന്മാര് തല കുത്തി നിന്നിട്ട് വരെ അങ്ങേരെ കാണാൻ പോലും പറ്റിയിട്ടില്ല, പിന്നല്ലേ അഭിനയം? ഇതൊന്നും നടക്കത്തില്ല മോളെ. ഇവന്മാർക്ക് വട്ട് നിങ്ങളുടെ മാമയ്ക്കാം. ഇറങ്ങിപ്പോ എന്റെ വീട്ടിൽ ഇറങ്ങിപ്പോ മനസ്സിലായില്ലേ? പല രാത്രി നിങ്ങൾ വീട്ടിൽ അവരാധം പറയും. ചുമ്മാ ഞങ്ങളെ പെണ്ണുമ്പോൾ അടിച്ചിറക്കിട്ടെ. ഞാൻ ചുമ്മാ പറഞ്ഞില്ലേ. ഇനി ഇവിടെ നിന്ന് എന്റെ ഇടി പഠിക്കും. വിഷമായോ? നമ്മൾ വിജയണ്ണന്റെ കൂടെ ഒരുമിച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്യും, ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്യും. ഓക്കെ? ലക്ഷ്മി, ലക്ഷ്മി, ഒന്നുമില്ല. നിന്റെ അപ്പനെങ്ങും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ പോവാ. ഒന്ന് വെയിറ്റ് ചെയ്യ് സാറേ, അപ്പനിപ്പം വരും. ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി. സോറി, ഒരു അല്പം ലേറ്റായി. എന്തോ അപ്പാ, എത്ര നേരം ഗ്ലാസും കഴുകി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഉത്തരവാദിത്വ ബോധമൊക്കെ വേണം. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. എന്തിനാണ് എനിക്ക് ഇത്ര വെള്ളം ഒഴിച്ച്? ഇല്ലേ കൂമ്പ് പാടും. പിന്നെ എന്തുണ്ട് വിശേഷം നമ്മുടെ സ്റ്റേഷനിലെ വിശേഷങ്ങൾ? അവിടെ എന്തോ സാറേ, പെൺവാണിഭം, പിള്ളാരെ കിടത്തൽ, സദാചാരം, ഗുണ്ടാസംഘം. മടുപ്പ് കേസ് തന്നെ. ഇതാ ഞാൻ അങ്ങോട്ട് വരാത്ത. മതിയായി. ഇക്കൊല്ലം കൊണ്ട് ഞാനങ്ങ് നിർത്തിയാലോ എന്ന് ആലോചിക്കുക. അയ്യോ സാറ് നിർത്തല്ലേ സാറേ, ആ SI സാറിന്റെ ഇടി കൊണ്ട് ഞങ്ങൾ ചാവും. അയാളെ എന്തെങ്കിലും ചെയ്തിട്ട് സാറ് അതൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. ഞാനേ ഇത്തവണ ഇലക്ഷന് നിന്നാലോ എന്ന് ആലോചിക്കായിരുന്നു. നല്ലതാ സാറേ,
സാറ് തന്നെ നിൽക്കണേ. സാറിൻ്റെ അപ്പം ജോൺ സാറ് മന്ത്രിയായിരുന്നപ്പോൾ തിരുവനന്തപുരം സ്വർഗമായിരുന്നു, സ്വർഗം. അപ്പനായിട്ട് തുടങ്ങി വെച്ച പാർട്ടിയല്ലേ, വീട്ടിൽ നിന്ന് അമ്മച്ചൊക്കെ ഭയങ്കര പ്രഷറാണ്. ഇനി ഇറങ്ങിയില്ലെങ്കിൽ പാർട്ടി കയ്യിൽ നിന്ന് പോകും. സാർ ഇറങ്ങണം സാറേ, നമ്മൾ വിജയ് ഫാൻസിന്റെ ഫുൾ സപ്പോർട്ടാണ്. അല്ലടാ ബിജു? ഫുൾ സാറേ ഫുൾ സപ്പോർട്ടാ, പക്ഷെ ഒരു ഫുൾ കൂടെ എടുക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് എടുക്കാം. നിങ്ങളുടെ പടം എന്നാ റിലീസ്? ആകെ പ്രശ്നമാ സാറേ, തിയേറ്റർ സമരം മൊത്തം കുഴപ്പം. അതാ എവന്റെ പ്രശ്നം. ഇനി സൈമ, എന്റെ പ്രശ്നം ഞാൻ പറയാം. ലക്ഷ്മി എനിക്കൊരു സ്വസ്ഥതയും തരുന്നില്ല. അത് തന്നെ എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത്. അമ്മയെ കൊണ്ട് എനിക്കൊരു സ്വസ്ഥയില്ല. ഇന്നെന്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ആ ഊതിക്കുന്ന സാധനം വീട്ടിൽ നിന്ന് എടുത്ത് കളയണം. അതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. സൈമ, ഞാനൊരു കാര്യം പറയാം. മേലെ നീ വെളിയിൽ പോയിരുന്ന് വെള്ളം അടിക്കരുത്. നിനക്ക് അടിക്കണമെങ്കിൽ എന്നോട് പെരുന്ന് അടിക്ക്. പൊളിഞ്ഞിരിക്കും. അതെ ഒരെണ്ണം വഴി. ലക്ഷ്മി ഒരു പാവം. ജാതി മതം ഒന്നും നോക്കാതെ അവളിവിടെ വന്നു. അവള് വന്ന കാലം മുതൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. പക്ഷെ ഇനി നടക്കില്ല. അപ്പനൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. പെണ്ണുങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാ, നമ്മളായിട്ടൊന്നും മാറ്റാൻ നിൽക്കണ്ടെന്നേ. നാളെ ആ പെണ്ണെ പോയി കണ്ടോണം. ഞാൻ കണ്ടാ മതിയാ? അപ്പനറിയാലോ, തുപ്പാക്കി ഞാൻ 22-ാം തവണ ന്യൂ തിയേറ്ററിൽ വെച്ച് കണ്ടോണ്ടിരുന്നപ്പോ വിജയണ്ണന്റെ എൻട്രിക്ക് നിർത്താതെ എഴുന്നേറ്റ് നിന്ന് ബിസിലടിച്ച പെൺകുട്ടി. അവളെ ഞാൻ കേട്ടത്തുള്ളൂ. സൈമ, കുറെ നാളായിട്ട് ഞാനത് കേൾക്കുന്നു. അവൾ ആരെ എന്താണെന്ന് പോലും നിനക്കറിയില്ല. ആ ബ്രോക്കർ ത്രേസ്യ ചേച്ചി പറഞ്ഞ പെണ്ണിനെ നാളെ പോയി കണ്ടോണം. ചായ കുടിക്ക്. മറിയാമ്മ ഉണ്ടാക്കിയാണോ ഈ ചായ? അല്ല, അമ്മച്ചി ഉണ്ടാക്കിയതാ. എന്തേ, കൊള്ളതില്ലേ? കൊള്ളാം, ഭയങ്കര കടുപ്പം. ഇത്ര കടുപ്പത്തിൽ ഞാൻ ചായ കുടിക്കാറില്ല. സൈമൺ എന്നെ ഓർക്കുന്നുണ്ടോ? ഇല്ല. പുലിമുരുകന്റെ ടിക്കറ്റ് അന്ന് സൈമന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ബ്ലാക്കിൽ വാങ്ങിച്ചത്. അതാണ് എവിടെ കണ്ട പരിചയം. ശ്രീകുമാറിന്ന്. പക്ഷെ 300 രൂപ വാങ്ങിച്ചു. പുലിമുരുകന് 300 രൂപ അത്ര കൂടുതലൊന്നല്ല. അതുകൊട്ടെ, മറിയാമ്മയ്ക്ക് വിജയ് സാറിന് ഇഷ്ടമാണോ? വിജയ് സാറോ? വിജയ് സേതുപതി. ഇളയ ദളപതി വിജയ്. അപ്പോ സൈമൺ എന്താ ജോബ്? ഭൈരവയുടെ റിലീസ് എടുത്തു വരുവാണല്ലോ, അതുകൊണ്ടിപ്പോ ജോലിക്ക് പോവാറില്ല. വിജയ് സാറിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന് പറഞ്ഞില്ല. അത് പിന്നെ ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് സൂര്യനെ ഇഷ്ടം. ഏത് സൂര്യ? സിംഗം സൂര്യ. അല്ല, PSC ടെസ്റ്റ് ഒക്കെ എഴുതുന്നുണ്ടല്ലോ, ജോലി കിട്ടത്തില്ലേ? പിന്നെ കിട്ടും. ഒന്ന് വെയിറ്റ് ചെയ്യേ. സെൽവണ്ണ. വണക്കം സെൽവണ്ണേ. സെൽവണ്ണ ആര്? സെൽവണ്ണ അതാര്? ഫിക്സ് പണിയാച്ചാ. റിലീസ് ഡേറ്റാ എപ്പാ? എന്നെ സാർ. ഹലോ. പാലഭിഷേകം വേണ്ടാന്നോ? പാലഭിഷേകം എടാ, റിലീസിന്റെ ഒന്ന് പാലഭിഷേകം വേണ്ട. ആര് പറഞ്ഞു? സെൽവൻ. അയാളാരാ? അയാൾ അവിടുത്തെ കാര്യം നോക്കിയാൽ മതി. അതെ, സെൽവൻ തമിഴ്നാട്ടിലെ കാര്യം നോക്കിയാൽ മതി. കേരളത്തിലെ കാര്യം നോക്കാൻ നമുക്കറിയാം. വിജയണ്ണന് പാലഭിഷേകം ഇല്ലാതെ ഇവിടെ പടം റിലീസ് നടക്കില്ല. നീ അവിടെ ഇരിക്കടാ. 2 പാക്കറ്റ് പാല് പൊടിച്ചു വെക്കണ കേസല്ലേ ഉള്ളൂ, അത് നമുക്ക് ചെയ്യടാ. നമ്മളിങ്ങനെ ക്ഷമിക്കുന്നോണ്ടാ നമുക്ക് ഫോട്ടോഷൂട്ട് കിട്ടാത്ത. ആ സെൽവിനോട് നല്ല ഐഡിയ കൊടുക്കണം. നീ അടങ്ങ്. അല്ല, ശരിക്കും നിങ്ങൾക്ക് എന്താ പരിപാടി? അല്ല, ഞാനാണല്ലോ ഈ ഇളയ ദളപതി രസികർ മണ്ഡലം സെക്രട്ടറി. ഞാൻ ആരുമല്ല, യൂബർ ഡ്രൈവർ മൂസ.
എന്താണ് തുപ്പ് വരട്ടത്? ഓ ദാ, ഈ ഉപ്പിന് ഇന്ത്യയിൽ എന്താ പറയുന്നത്? ഉപ്പിന് നമുക്ക് 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 നമുക്കല്ല, ഉപ്പിന്. ഉപ്പിനെയാണ് നമുക്കെന്ന് പറയുന്നത്. നമുക്ക് എന്തിനാ ഇത്ര ഇട്ടേ? എടാ, പണി അറിയാതൊക്കെ പറഞ്ഞു വിടറ. ശരി മുതലാളി, വേണമെങ്കിൽ നീ അവനോട് അങ്ങ് പോക്കോ. എന്റെ കുടുംബം മുതലാളി, എന്റെ ബുൾസൈല് കറക്റ്റ് നമുക്കാ. കറക്റ്റ് നമുക്ക് ഇട്ട് ഒരു പുസ്തകം എടുത്ത് നോക്കട്ടെ. ജൽദി കരോ. എന്തിനാണ് നിനക്ക് ശമ്പളം തരണേ? ഗുളിക കഴിക്കുന്നത് കൊണ്ട് അറിയാതെ മയങ്ങിപ്പോയതാ. എന്നാ മര്യാദ എടുത്തോണോ? തുറക്കണ കയറ്റ്. സമയം കഴിഞ്ഞു. തുറക്ക. ചെറുപ്പക്കാരനാ അല്ലേ സാറേ? ഏയ് ചെറുപ്പമൊന്നുമല്ല, എന്റെയൊക്കെ കൊച്ചു പ്രായത്തിലെ ഇങ്ങനെ നായകന്. എങ്ങനെയായാലും ഒരു 10-64 വയസ്സ് കാണും. എന്തായാലും സമ്മതിക്കണം, ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ ഒക്കെ. സാറ് ആരെ കുറിച്ചാ പറയുന്നത്? മമ്മൂട്ടിയെ കുറിച്ച്. അല്ല, നീ പിന്നെ ആരെ കുറിച്ചാ ചോദിച്ചത്? ആ കത്തിപ്പോയി ചെറുക്കനെ കുറിച്ച്. അത് ചുമ്മാ രാവിലെ മനുഷ്യന്റെ ഉറക്കം കളയാൻ വേണ്ടി. ഏതാ സാറേ പയ്യൻ? അത് ഏതോ ഡോക്ടറോ നേഴ്സോ എന്തോ വാങ്ങത്തൊലിയാണ്. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? ചുമ്മാ അറിഞ്ഞിരിക്കാന്ന്. നീ ഇപ്പൊ അങ്ങനെ അറിയണ്ട, നീ നാരങ്ങളും അടിച്ചാ മതി. കുറച്ച് മണല് വരാം. പറ്റിയ പണി. ട്രിപ്പ് കിട്ടും. ഒന്ന് എറിയണ്ട ബിജു. ഇന്ന് നിന്റെ മിടുമ്പ് തെറിപ്പിക്കും. ഒരു മിനിറ്റ്. എന്തുവാടാ ഇത്? ഞാൻ ഒന്ന് വരക്കട്ടെ. ചുമ്മാ അറപ്പിക്കല്ലേ കേട്ടാ. ഇവനോട് മര്യാദയ്ക്ക് കളിക്കാൻ പറഞ്ഞു. അല്ല, ഒരു ടീമായപ്പോ ബോള് ബാറ്റേക്കുള്ള ശബ്ദം ഞങ്ങൾ കേട്ടതാ. അപ്പൊ സാറും കളി കണ്ടിട്ടില്ല. എന്തിനാടാ സൈമ വെറുതെ കള്ളം പറയുന്നത്? മാറിക്കൊടു. സാർ ചുമ്മാ ഇരുന്ന് കളിയണ്ടേ? നീ ഇവനെ ഔട്ടാക്കണ്ട, ഒരു നിർത്തിയാരാ. പിന്നെ ഉമ്മാനെ കൂടി ചേർക്ക് പോയി എറിയടി. നിന്റെ മിടുസ്റ്റമ്മയായി തെറിപ്പിക്കും. தீர்மானிக்கும் கடைசி பந்தை போடுவதற்காக பந்து வீச்சாளர் பந்தை சூடுபடுத்திக் கொண்டிருக்கிறார். ஆட்டக்காரர் பந்தை സാറേതേ അവള് അന്ത തുപ്പാക്കിയാ? ആമാ സാർ. അസിനെപ്പുറം ഉണ്ടോടാ? ഒരു കുട്ടി അസിൻ. ഇത് മറ്റേ ലൈറ്റ് ഹൗസിന്റെ ബാക്കിലുള്ള പെണ്ണ. ഞാൻ വളയ്ക്കാൻ നോക്കിയതാ, ടഫാണ്. എന്നാ ഇവനും കിട്ടത്തില്ല അല്ലേ ഗണേശ? അത് ശരിയാ. മുട്ടി നോക്ക്. തുപ്പാക്കി. ചെറിയൊരു പനിയുണ്ടതാ വിരയില്. വിജയ് സാറിനെ കണ്ടപ്പോ വിസിലടിച്ചില്ലേ? അതിന് ഞാൻ ഇളയ ദളപതി നഗർ വിജയമണ്ഡലം സെക്രട്ടറി സൈമൺ. ആരാ? നീ ആയതുകൊണ്ടാ ഞാൻ ഇത്രയും ചീപ്പ് പരിപാടിക്കൊക്കെ കൂട്ടു നിൽക്കുന്നത്. ഞാനൊന്നും മിണ്ടാതിരുള്ളൂ. ഇയാളോ? സോറി, സയന്റിസ്റ്റ്. കൊള്ളാം, നൈസ് ഗേൾസ്. നമുക്ക് എല്ലാ ദിവസവും ഡാൻസ് കാണാൻ വന്നല്ലോ. വരാം. ആ മഞ്ഞക്കുട്ടി കൊള്ളാം അല്ലേ? ഓടിക്കോ. ഓടരുത്, ഡാഡിയാണെന്ന് തോന്നുന്നു. Hey man, what are you fellows doing here? What are you doing in my house? Huh? My chain loose. Putting inside chain. What? Between. What are you talking, man? No. Between tires, sir. What? വാട്ടെന്ന് വെച്ചാ പ്രിവിൽ. എക്സ്ക്യൂസ് മീ,
I am Sitaram Iyer, retired from ISR. You put your hand back, please. Gate in the കൈയെടുക്ക പോക്കറ്റിന്റെ അകത്ത്. Put it inside the pocket. ആഹാ കറങ്ങി. I am fixed. ഇവിടെ എന്താ നിങ്ങൾക്കെല്ലാം കാര്യം? സൈക്കിളും വെച്ചിങ്ങനെ ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. Everybody, please go. Go. Take the cycle also and get out. See, I am. Please go. I don't want to hear. Stupid beggar fellows. ബെഗർ തന്റെ അച്ഛൻ സ്പോക്കൺ ഇംഗ്ലീഷിന് പോയേ പറ്റി. അയാള് നമ്മളോട് ഭയങ്കര മോശമായിട്ടാ പെരുമാറിയ ഒരുമാതിരി പട്ടികളോടൊക്കെ പെരുമാറുന്ന പോലെ. Cultureless fellow. Yeah. അയാൾക്കറിയില്ല ഐ ഹാവ് സെന്റ് റോക്കറ്റ്സ് ടു സ്പേസ്. ഇയാളുടെ മോള് ഏതെങ്കിലും ഊളയുടെ കൂടെ ഒളിച്ചോടി പോകുന്ന കണ്ട് ഇയാൾ ഇംഗ്ലീഷിൽ കറിയെന്ന് എനിക്കൊന്ന് കാണണം. അല്ല ഇപ്പൊ അങ്ങനത്തെ ഒരു ഊളനെ നമ്മൾ എവിടുന്ന് കണ്ടുപിടിക്കും? സൈമൺ, എന്ത് വില കൊടുത്തും ഇവിടെ നിനക്ക് സെറ്റ് ചെയ്ത് തരും. ശരിക്കും ഇവനോടൊക്കെ അങ്ങനെ പ്രതികാരം ചെയ്യാൻ നോക്കൂ. ആഹാ വണ്ടർഫുൾ പ്രതികാരം.